ഇത് ശരംകുത്തി. ശരംകുത്തി വഴിപാട് കന്യയ്യപ്പന്മാർ ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു ചടങ്ങാണ് ശരം കുത്തുക എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാളികപ്പുറം ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ മഹിഷി സുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും അയ്യപ്പനോട് പ്രണയം തോന്നിയ അവൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ തന്നെ കാണാൻ കന്യ അയ്യപ്പന്മാർ ആരും വരാതിരിക്കുന്ന കാലത്ത് മഹിഷിയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാക്കു നൽകി എന്നതാണ് വിശ്വാസം. തൻ്റെ ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് അവൾക്കൊരു സ്ഥാനം നൽകുകയും ചെയ്തു അത്രേ. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളപ്പ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കന്യ അയ്യപ്പന്മാർ ആരും വരാതിരിക്കുന്ന കാലത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന അയ്യപ്പൻ്റെ വാക്ക് നൽകിയ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടക്കുന്ന ഉത്സവമാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത്. മകരവിളക്ക് ഉത്സവം സമാപിച്ച ശേഷം രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ് ഇത്. ആദ്യം മാളികപ്പുറത്തമ്മയെ ശ്രീകോവിലിൽ നിന്ന് 18-ാം പടിയിലേക്കും അവസാനം ശരംകുത്തിയിലേക്കും എഴുന്നള്ളിക്കും. സന്തോഷത്തോടെ ശരംകുത്തിയിലെത്തുന്ന മാളികപ്പുറത്തമ്മ ശരംകുത്തിയിൽ കന്യയ്യപ്പന്മാർ നിക്ഷേപിച്ച ശരങ്ങൾ കണ്ട് വിഷമത്തോടെ തിരിച്ചു മടങ്ങുന്നതാണ് ചടങ്ങ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശരംകുത്തിയിലേക്ക് പോകുന്ന മാളികപ്പുറത്തമ്മ തിരിച്ചു മടങ്ങുമ്പോൾ ഒരു തീവെട്ടിയുടെ വെളിച്ചം മാത്രമാണ് അകമ്പടി ഉണ്ടാകുക. പാണ്ഡ്യ പാരമ്പര്യമുള്ള പന്തള രാജാവ് തൻ്റെ കുലദൈവമായി ആരാധിക്കുന്ന മധുര മീനാക്ഷി ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്നും പറയപ്പെടുന്നു.